الحمد لله رب العالمين نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ഇന്ന് റബീഉൽ അവ്വൽ 12 പരിഗണിച്ച് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കാൻ വേണ്ടി ഒട്ടനേകം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കാനിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ത് എന്ന് മനസ്സിലാക്കിയവരാണ്. കഴിഞ്ഞ ഖുതുബയിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകനോ സഹാബത്തോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ പകർത്തുകയോ മാതൃകയായി കാണിച്ചു തരികയോ ചെയ്യാത്ത രൂപത്തിലാണ് പലപ്പോഴും മീലാദിന്റെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ മീലാദിന്റെ ആഘോഷങ്ങളൊക്കെ നടന്നു വരുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ ദീനിൽ അന്യമാണ്, അഥവാ ബിദ്അത്താണ്. പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗൗരവമേറിയിരിക്കുന്ന വലിയ പാതകമാണ് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇതൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്, ആദരിക്കേണ്ടത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല, നിങ്ങൾ എന്നെ സ്വന്തം മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ, മുഴുവൻ മനുഷ്യന്മാരെക്കാളേറെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചേ മതിയാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നീ കാണുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയായിരിക്കണം പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഉത്തരവും വളരെ ലളിതവുമാണ്. എങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിനോട് ഈ കാര്യം ഉണർത്തിയപ്പോ, കൽപ്പിച്ചപ്പോ, ആ സഹാബത്ത് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകനോടുള്ള മഹബ്ബത്ത് എങ്ങനെ പ്രകടമാക്കിയോ അതേ രൂപത്തിൽ പ്രകടമാക്കുക എന്നതാണ് വിശ്വാസികളായിരിക്കുന്ന നമ്മെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുകയും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത്. വളരെ കൃത്യമായി മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ അത് വിശദീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന വിഷയത്തിൽ ഖണ്ഡിതമായിരിക്കുന്ന ഒരു അഭിപ്രായം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഇല്ല എന്നുള്ളത് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്നതാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന വിഷയത്തിൽ പോലും തർക്കമുണ്ട്. ആണെങ്കിൽ തന്നെ അത് 2 എന്നും ഏറ്റവും അധികം 9 റബീഉൽ അവ്വൽ 9 എന്നും 17 എന്നും അക്കൂട്ടത്തിൽ 12 എന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. 19 വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം സഹാബത്ത് അത്ര കാര്യമായി അത് പരിഗണിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. ആനക്കലഹം 1-ാം വർഷത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. സഹാബത്തിനിടയിൽ അത് തർക്കമില്ലാത്തതാണ്. അവരുടെ വചനങ്ങളിൽ, ഹസറുകളിലൊക്കെ അത് കാണാൻ കഴിയും. പക്ഷെ ഏതു ദിവസം എന്ന വിഷയത്തിൽ, ഏതായിരുന്നു ആ ഡേറ്റ് എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച ഇത്തിഫാക്കുള്ള ഒരു വിഷയമായി നമുക്ക് കാണാൻ കഴിയും. എന്നാ പ്രവാചകൻ മരണപ്പെട്ടത് എന്ന വിഷയത്തിൽ അത് റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോയത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നതിനേക്കാളും സുന്ദരമായിരിക്കുന്ന ഒരു ദിവസം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മനോഹരമായിരുന്ന ആ ദിവസം. ചെറിയ ചെറിയ കുട്ടികളെല്ലാവരും പാട്ടുപാടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയും മദീനയിൽ ഉണ്ടായിരുന്ന വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അധികം സന്തോഷത്തിന്റെ ദിവസമായിരുന്നു പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വന്ന ദിവസം എന്നാണ്. അതേ അവസരത്തിൽ അതേ അനസ് റളിയല്ലാഹു അൻഹു ശേഷം പറയുന്നുണ്ട്, മദീന നിവാസികളായിരിക്കുന്ന ആളുകൾക്ക് എന്ന് വേണ്ട, വിശ്വാസികളായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അന്താളിപ്പും അന്ധതയും ബാധിച്ച ഏറ്റവും വിഷമേറിയിരിക്കുന്ന ഒരു ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു, പ്രവാചകൻ മരണപ്പെട്ട ദിവസമായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണത്തിൽ ദുഃഖം ആചരിച്ചുകൊണ്ട് വല്ലതും ഓരോ വർഷവും ആചരിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രിയപ്പെട്ടവരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ വിഷയത്തിലായിരുന്നു. പക്ഷെ ഇസ്ലാമിൽ ഒരാളുടെയും മരണത്തിന്റെ കാര്യം ആഘോഷിക്കുവാനോ ആണ്ടാചരിക്കുവാനോ ദുഃഖിക്കുവാനോ നിരന്തരമായി ആ ദുഃഖം കൊണ്ടു നടക്കുവാനോ ഉള്ള ഒരു നിർദ്ദേശമില്ലാത്തത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോജന അല്ലെങ്കിൽ വേർപാടിൽ വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് വിഷമമുണ്ടെങ്കിലും ഓരോ വർഷവും അത് വിഷമമായി ആചരിക്കുന്നില്ല. എത്രമാത്രമെന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് വല്ല കഷ്ടതയും പ്രയാസവും ബാധിക്കുകയാണെങ്കിൽ എന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, അതോടുകൂടെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് മാറുമെന്നാണ്. ഒരു മനുഷ്യനെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് പ്രവാചകന്റെ വേർപാടാണ് എന്നാണ്. ആ വേർപാട് പോലും ദുഃഖമായി ആചരിച്ചുകൊണ്ട് ഓരോ വർഷത്തിലും ആചരിക്കപ്പെടേണ്ടുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് അനുഷ്ഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി അഹ്ലുസുന്നയുടെ ആളുകൾ അത് ആചരിച്ചു പോരുന്നുമില്ല. എന്നാൽ അത്രയും വിഷമമുള്ളൊരു ദിവസമായിരുന്നിട്ട് കൂടെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷിക്കുക എന്ന പേരിൽ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ഖണ്ഡിതമായി പറയുന്ന ഈ ദിവസങ്ങളിൽ പോലും ആഘോഷത്തിൻ്റെതായിരിക്കുന്ന തിമർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ എത്രമാത്രം അനിസ്ലാമികമായിരിക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതിയാകും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയമാണ്, വിശ്വാസികൾ എന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, പ്രവാചകന്റെ സഹാബത്ത് സ്നേഹിച്ചതുപോലെ, പ്രവാചകന്റെ സഹാബത്ത് പ്രവാചകനെ പരിഗണിച്ചതുപോലെ പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. ഈ ബാധ്യത നിർവഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയും നാം ആഗ്രഹിക്കുന്നത് പോലെ പരലോകത്ത് നമുക്ക് വിജയിക്കാനും കഴിയുള്ളൂ. ഉലമാക്കൾ അത് എണ്ണി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാമത്തെ അൽ ഈമാനു സ്വാദിഖ് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സത്യസന്ധമായിട്ടുള്ള ഈമാൻ വെച്ച് പുലർത്തുക. അഥവാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ദൂതനാണ്. ആ പ്രവാചകനെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷങ്ങൾക്കിടയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വഹയിലൂടെ ഈ ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാണ്, സത്യമാണ് എന്ന രൂപത്തിൽ പരിപൂർണമായിരിക്കുന്ന വിശ്വാസം വെച്ചു പുലർത്തുക എന്നതാണ് പ്രവാചകനോടുള്ള ബാധ്യതയുടെ കടമയുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ കാര്യം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദീ അൻസൽനാ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹുലും പ്രവാചകനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കണമേ എന്ന് മാനവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഒട്ടനേകം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, പ്രവാചകനുള്ള വിശ്വാസം പൂർണ്ണമായില്ലെങ്കിൽ അവൻ കാഫിറാൻ. വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി, ആരെങ്കിലും അല്ലാഹുവിലും റസൂലിലും യഥാർത്ഥ രൂപത്തിൽ വിശ്വാസം വെച്ച് പുലർത്തുന്നില്ല എങ്കിൽ അത്തരം കാഫിരീങ്ങളായിരിക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കഠിനമായിരിക്കുന്ന നരകശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്, സഈർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ബാധ്യത ആ പ്രവാചകനിൽ പരിപൂർണമായും വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആ പ്രവാചകൻ വിശ്വസിച്ചാൽ മാത്രം പോരാ, ത്വാഅതുഹു ഫീമാ അമറ, ആ പ്രവാചകൻ ഏതെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പിൻപറ്റാൻ വേണ്ടി, അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ അതേ രൂപത്തിൽ അതിനോട് ചേർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വറസൂല വലാ തവല്ലൂ അൻഹു വഅൻതും തസ്മഊൻ. വിശ്വാസികളായിരിക്കുന്ന ആളുകളെ പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു, വിശ്വാസികളായിരിക്കുന്ന ആളുകൾ അത്തീഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എങ്കിൽ, റബ്ബിനോട് സ്നേഹമുണ്ട് എങ്കിൽ, ഫത്തബിഊനി, പ്രവാചകനോട് സഹാബത്തിനോട് പറയാൻ വേണ്ടി പറയാൻ, ഖുൽ പ്രവാചകരെ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം, പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രിയമുണ്ട് എങ്കിൽ, സ്നേഹമുണ്ട് എങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, യുഹ്ബബുക്കുമുല്ലാഹ്, അങ്ങനെയെങ്കിൽ ആ റബ്ബിന്റെ മഹബ്ബത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മാത്രമല്ല നിങ്ങളുടെ സകലമായ പാപങ്ങൾ പുറത്തു തരാനും അത് വഴിയൊരുക്കുന്നതാണ് പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അതഅനി ഫഖദ് അതഅ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ, തീർച്ചയായും എന്നെ അനുസരിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അല്ലാഹു എന്നെ അനുസരിച്ചു കഴിഞ്ഞാലോ തീർച്ചയായും അവന് സ്വർഗ്ഗം കിട്ടും. വമൻ അസാനി ഫഖദ് അസല്ലാഹ്, ആരെങ്കിലും എന്നെ ധിക്കരിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിനെയും ധിക്കരിച്ചവനാണ് എന്നാണ്. അല്ലാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത് കിട്ടും, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, സ്വർഗപ്രവേശനം സാധ്യമാകും. ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മൂന്നാമത്തെ അതിനോട് ചേർത്ത് വെച്ച് പറയുന്ന മറ്റൊരു ബാധ്യത എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കൽപ്പനകൾ സ്വീകരിക്കുക. ഒരുപാട് നിർദ്ദേശങ്ങൾ സത്യവിശ്വാസികളുടെ നന്മക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ ഒരൽപ്പം പോലും വിലയും നിലയും കൽപ്പിക്കാതെ തിരസ്കരിക്കുന്ന മനുഷ്യനും പ്രവാചകനെ സ്നേഹിക്കുകയാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുവാനും നാട് നീളെ ആഘോഷത്തിന്റെ പെരുമഴയുമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കാനും യാത്രക്കാരായിരിക്കുന്ന ആൾക്ക് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ആൾ മുന്നിലുണ്ടാവും. 5 നേരം നിസ്കരിക്കുക എന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്.
നോക്കൂ, നിങ്ങൾ നിസ്കരിക്കാത്ത മനുഷ്യനും എവിടെ ഉണ്ടാകും? മൗലീദിന്റെ യാതകളിലും എല്ലാത്തിനും മുൻപന്തിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രവാചകൻ സ്വലാസം പറഞ്ഞിരിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. താടി വെക്കാൻ പ്രവാചകൻ പറഞ്ഞു, നിർദ്ദേശം പാലിക്കാൻ നമ്മൾ റെഡിയല്ല. നെരിയാണിക്ക് മുകളിൽ ഡ്രസ്സ് ധരിക്കാൻ പുരുഷന്മാരായിരിക്കുന്ന ആളോട് പറഞ്ഞു. സ്ത്രീകളോട് മാന്യമായിരിക്കുന്ന വേഷം ധരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്ന് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിശ്വാസി തയ്യാറാവുക എന്നതാണ് പ്രവാചകനോട് കാണിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത്. പ്രവാചകനുള്ള മഹബത്ത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവർ, ഇതാരും വിശദീകരിക്കേണ്ട ആവശ്യമല്ല. ഏതൊരു മനുഷ്യൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവന്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും പരിഗണിക്കുക എന്നുള്ളത് പ്രകൃതിപരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യരെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ വാപ്പയെ, നമ്മുടെ മക്കളെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും നമ്മൾ പരിഗണിക്കും. അല്ലെ? ആ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിർബന്ധമായും അവൻ സ്വീകരിക്കേണ്ടതാണ് പ്രവാചകന്റെ കൽപ്പനകളെ സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷേ അതിന് തയ്യാറാവാത്ത മനുഷ്യനും പറയുന്നു, എനിക്ക് പ്രവാചകനോട് വിരുദ്ധ സ്നേഹമാണ് എന്ന്. ഇവിടെയാണ് പ്രവാചകനുള്ള ഒരു ബാധ്യത എന്ന് പറയുന്നത്, പ്രവാചകന്റെ കൽപ്പനകളെ സ്വീകരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തസ്ദീഖുഹു ഫീമാ അഖ്ബറ, പ്രവാചകൻ ഏതൊന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ ആ കാര്യങ്ങൾ സത്യപ്പെടുത്തുക എന്നുള്ളത്. ഇന്ന് പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലും സ്വഹീഹായിരിക്കുന്ന ഹദീസുകളിലും പരാമർശിക്കപ്പെട്ട പല വിഷയങ്ങളും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന കാരണം പറഞ്ഞ് തള്ളുന്നത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കാത്തതാണ്, അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, യുക്തി കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹായിരിക്കുന്ന ഹദീസുകളെ പോലും തിരസ്കരിക്കുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ തന്റെ പ്രവാചകനോട് കാണിക്കേണ്ട ബാധ്യതയാണ്. ആ പ്രവാചകൻ പ്രവാചകൻ വെറുതെ സംസാരിക്കുകയില്ല, വെറും വർത്തമാനം പ്രവാചകൻ പറയില്ല. ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നജ്മിൽ പറഞ്ഞിരിക്കുന്നതാണ്. വെറും വർത്തമാനം പ്രവാചകൻ പറയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ സ്വർഗനരകങ്ങളെ കുറിച്ച്, സുറാത്ത് പാലത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഖബറിലെ ശിക്ഷയെ കുറിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോ അതും സ്വഹീഹായിരിക്കുന്ന രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിൽ നമ്മിലേക്ക് എത്തുമ്പോ അത് സത്യപ്പെടുത്തുക എന്നുള്ളത് പ്രവാചകനോട് വിശ്വാസി കാണിക്കേണ്ടുന്ന കടമയാണ്, ഉത്തരവാദിത്തമാണ്, അവന്റെ ബാധ്യതയാണ്. അപ്പം അതാണ് മറ്റൊന്ന് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട മറ്റൊരു ബാധ്യതയാണ് ഇജ്തിനാബു മാ നഹാ അൻ വസജറ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം വിലക്കിയിട്ടുണ്ടോ ആ വിലക്കുകളിൽ നിന്നും വിട്ടുനിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത്. പലിശ വിലക്കി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ വിലക്കിയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഇങ്ങനെ ഹറാമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ വചനങ്ങളിലൂടെയും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇവയെ തിരസ്കരിക്കുക, ഒഴിവാക്കുക എന്നുള്ളത് പ്രവാചകനോടുള്ള ബാധ്യതയാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ഇഷ്ടപ്പെട്ട, സ്വന്തം ജീവിതത്തെക്കാളേറെ സ്നേഹിച്ചിരുന്ന പ്രവാചകന്റെ ആ സഹാബിവര്യന്മാര് പ്രവാചകനുള്ള സ്നേഹം പ്രകടമാക്കിയത് ഈ രൂപത്തിലൊക്കെ പ്രവാചകനുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചിരിക്കുന്ന സൂറത്തു തൗബയുടെ 24-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 8 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് 3 കാര്യങ്ങളെ സമർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 8 കാര്യങ്ങളെ ഏതൊരു മനുഷ്യനും പ്രാധാന്യത്തോടുകൂടെ കാണുന്ന 8 കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 3 കാര്യങ്ങൾക്കായിരിക്കണം ഈ 8 കാര്യങ്ങളെക്കാളും നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന് വിശദീകരിക്കുക നമുക്ക് കാണാൻ കഴിയും. ഏതാണ് 8 കാര്യങ്ങൾ? അതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഖുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകരെ നിങ്ങൾ പറയണം, അറിയിച്ചു കൊടുക്കണം. ഇൻകാന ആബാഉക്കും, ഓരോ നിങ്ങൾക്ക് എണ്ണുക, എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാര് മാതാപിതാക്കളാണെങ്കിൽ, അതുപോലെ തന്നെ അബുനാഉക്കും, നിങ്ങളുടെ മക്കളാണെങ്കിൽ, സന്തതികളാണെങ്കിൽ, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണെങ്കിൽ, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങൾ ബന്ധുക്കളാണെങ്കിൽ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയിരിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങളാണെങ്കിൽ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളെ കുറിച്ചാണെങ്കിലും, വമസാഖിന തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ. ഇതിലേതാ നമുക്ക് ഇഷ്ടമല്ലാത്ത? മാതാപിതാക്കള്, സന്തതികള്, ഭാര്യ ഭർത്താക്കന്മാര്, നമ്മുടെ കച്ചവടങ്ങള്, അതുപോലെ തന്നെ കുടുംബക്കാരായിരിക്കുന്ന ആളുകള്, സഹോദരങ്ങള്, നമ്മുടെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബിസിനസ് മാർഗങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ താമസ സൗകര്യമാകുന്ന വീടുകള്. പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാ, സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കണം, വിശ്വാസികളായിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കണം, ഈ 8 കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങളെക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടതായി തീർന്നാൽ, പ്രിയങ്കരമായി തീർന്നാൽ, റബ്ബിന്റെ കൽപ്പന വരുന്നതിന് നിങ്ങൾ ഭയപ്പെടണമെന്നാണ് അല്ലാഹു പറയാൻ.
എന്തിനേക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ ദൂതനേക്കാൾ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ നിങ്ങൾക്ക് പ്രിയമുള്ളതായി തീർന്നാൽ എന്ത് സംഭവിക്കും? ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു ശിക്ഷയുടെ കൽപ്പനയുമായി വരുന്നതിന് നിങ്ങൾ ഭയപ്പെടണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ നിലപാടുകൾ കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സത്യപ്പെടുത്താൻ കഴിയണം എനിക്ക് ഏറ്റവും വലുത് റബ്ബാണ്. ഇതെപ്പോഴാണ് നമുക്ക് തെളിയിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുക? ഈ 8 കാര്യങ്ങൾ ഒരു ഭാഗത്തും, മറുഭാഗത്ത് പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിർദ്ദേശങ്ങൾ മറുഭാഗത്തും വരുമ്പം ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്ന വിഷയത്തിലാണ് നമുക്ക് പ്രശ്നമുള്ളത്. കുടുംബം വെറുക്കും, മാതാപിതാക്കൾക്ക് വിഷമാകും, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോകും, കച്ചവടം നിലക്കും. ഈ രൂപത്തിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ് താറുമാറായി പോകും, ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ദീനിന്റെ നിർബന്ധമായിരിക്കുന്ന കൽപ്പനകൾ പോലും പാലിക്കാൻ തയ്യാറാവാതെ, അല്ല അവഗണിച്ചുകൊണ്ട് മുന്നേറുന്നവരാ നമ്മളെ പലപ്പോഴും ആളുകൾ. കച്ചവടം കൂട്ടുമല്ലോ, അതുകൊണ്ട് ഹലാലിനെ പരിഗണിക്കേണ്ടതില്ല. അങ്ങനെ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നടക്കൂല, മുന്നോട്ട് പോകൂല. അല്ലെ, ലോണില്ലാതെ, പലിശയില്ലാതെ, ഹലാലും ഹറാമും നോക്കിയിട്ട് അന്ന് ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റേതായിരിക്കുന്ന ആ വേഷവിധാനങ്ങളൊക്കെ പറഞ്ഞാൽ അത് പഴഞ്ചനാണ്. അല്ലെ, എവിടെ നമുക്ക് ഈ പറയപ്പെട്ട 8 കാര്യങ്ങളെക്കാൾ അള്ളാഹുവിനും റസൂലിനും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അള്ളാഹ് പറയാണ്, ഫതറബ്ബസു, നിങ്ങൾ കാത്തിരിക്കണം, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, റബ്ബിന്റെ ശിക്ഷയുടെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രവാചക അള്ളാഹും റസൂലുമായിരിക്കണം നമുക്ക് ഏറ്റവും വലുത്. അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ. അവിടെ നമുക്ക് ഒരുപക്ഷെ അരോചകം തോന്നിയാലും അനിഷ്ടങ്ങൾ തോന്നിയാലും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം, നമ്മള് മനസ്സിനെ മെരുക്കിയെടുക്കണം. ഏതുപോലെ നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ മാതാപിതാക്കൾ പറയുമ്പം മാതാപിതാക്കളാണല്ലോ, വാപ്പയാണല്ലോ, ഉമ്മയാണല്ലോ പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ലെങ്കിലും അവരുടെ താല്പര്യത്തിന് കൂടെ നിൽക്കുക. ഭാര്യ പറഞ്ഞില്ലേ എനിക്കിഷ്ടമല്ലെങ്കിലും ഭാര്യ പറഞ്ഞതുകൊണ്ട്, ഭർത്താവ് പറഞ്ഞില്ലേ എനിക്കിഷ്ടമില്ലെങ്കിലും ഭർത്താവ് പറഞ്ഞല്ലോ അതുകൊണ്ട്. ഇത്ര പോലും സ്ഥാനം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക്, നിർദ്ദേശങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ 4 കുടി പിടിച്ച് പാട്ടുപാടിയത് കൊണ്ട് എവിടെയാണ് നമുക്ക് പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ചു എന്ന് പറയാൻ പറ്റുക? സഹാബത്തിനെ നോക്കണം, നമ്മള് താബികളെ നോക്കണം. നമ്മള് മുൻഗാമികളായിരിക്കുന്ന 3 നൂറ്റാണ്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയായി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ സമൂഹത്തെ നോക്കുക. അവരെങ്ങനെയായിരുന്നു? ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എത്രമാത്രം വ്യഗ്രത കാണിക്കുന്നവരായിരുന്നു അവര്. അവർക്ക് നഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ ഓരത്തേക്ക് മാറ്റിവെച്ചു, സൈഡിലേക്ക് മാറ്റിവെച്ചു. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അള്ളാഹു റസൂലിനും അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉദാഹരിക്കാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടമുണ്ടായിട്ടും നമുക്ക് താല്പര്യമുണ്ടായിട്ടും കുടുംബത്തിനും മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യക്കും എല്ലാത്തിനും ഇഷ്ടപ്പെട്ടതാണെങ്കിലും റബ്ബിന്റെ ഇഷ്ടം അതിന് എതിരായത് കൊണ്ട് ഞാൻ അതെടുത്തു എന്ന് പറയാൻ പറ്റിയ എത്ര സന്ദർഭമുണ്ട്? അവിടെയാണ് പ്രവാചകരുടെ സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടത്. സഹാബത്തിനെ നമ്മൾ മാതൃകയാക്കേണ്ടത്. ആ രൂപത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിക്കാൻ തയ്യാറായത്. പ്രവാചകന്റെ ജീവിതത്തെക്കാളേറെ എന്നാണ്, സ്വന്തത്തെക്കാളേറെ ഏറ്റവും അടുത്തത് സ്വന്തത്തിന്റെ വിഷയത്തിൽ പോലും, ഒരുപക്ഷെ നമ്മള് സ്വന്തം വ്യക്തിപരമായിരിക്കുന്ന വിഷയത്തിൽ പോലും സഹാബത്തിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയും ആ വിഷയത്തിൽ അവർക്ക് ഒരല്പം പോലും മനസ്സുകുത്തില്ലാതെ, മനപ്രയാസമില്ലാതെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരെ കല്യാണം കഴിക്കണം? പ്രവാചകൻ സഹാബത്തിനോട് പറയാം, നീ പോയിട്ട് അവളെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോ പെൺകുട്ടിക്ക് താല്പര്യമില്ല, പക്ഷെ പ്രവാചകനാ പറഞ്ഞത്, എന്നാ ശരി. പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ട് ശരി എന്നാണ്, അതുകൊണ്ട് മാത്രം ശരി എന്നാണ്. സഹോദരങ്ങൾ നോക്ക്, നിങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രവാചകൻ ജീവിച്ചിരിക്കാത്തത് കൊണ്ട് നമ്മുടെ ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഇടപെടുന്നില്ല. പക്ഷേ പൊതുവായി വിശ്വാസികൾ പാലിക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ പോലും പാലിക്കാൻ തയ്യാറാവാതെ കേവലം റബീഉൽ അവൽ 12 അന്നോ റബീഉൽ അവൽ മാസങ്ങളിലോ എന്തെല്ലാമോ ചെയ്തു കൂട്ടി പ്രവാചകന്റെ സ്നേഹവും അള്ളാഹുന്റെയും റസൂലിന്റെയും തിരിച്ചവും നേടിയെടുക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ ഇത് വലിയ വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് മാതൃകയുണ്ട്, വിശ്വാസികൾക്ക് മാതൃകയുണ്ട്, നഷ്ടപ്പെടാത്ത മാതൃക. പ്രവാചകനെ ഏറ്റവും അധികം സ്നേഹിച്ച സഹാബത്തിന്റെ മാതൃക, ആ മാതൃക പിൻപറ്റി പ്രവാചകർ ഇത്തരം കടമകൾ നിർവഹിക്കുന്നവരായി തീരാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله
نصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله ومن تبعهم بإحسان إلى يوم الدين اتقوا الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചു വന്നത്, വിശ്വാസിയാണോ മുസ്ലിമാണോ എങ്കിൽ തീർച്ചയായും പ്രവാചകനെ സ്നേഹിച്ചേ മതിയാകൂ. സ്നേഹിച്ചാലും പോരാ, ഭൗതികമായ എന്തെല്ലാം കാര്യമുണ്ടോ അതിനേക്കാളേറെ, സ്വന്തത്തെക്കാളേറെ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതൊക്കെ ഉണ്ടോ അതിനേക്കാളേറെ സ്നേഹിക്കാത്തിടത്തോളം കാലം നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയില്ല, പരലോകത്ത് വിജയിക്കാൻ കഴിയില്ല, നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ആ കാര്യത്തിൽ ഒരു തർക്കം പോലും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്നിടത്ത് ഇബാദത്തുകൾ എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണോ അതേ മാനദണ്ഡം ഇവിടെയും പാലിക്കുക. നിസ്കരിക്കാതെ സ്വർഗത്ത് പോകൂല, സക്കാത്ത് കൊടുക്കാതെ സ്വർഗത്ത് പോകൂല, നോമ്പ് നോക്കാതെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല, ഹജ്ജ് ചെയ്യാതെ, അതിന് നിർബന്ധമായിട്ട് ആളുകൾക്ക് ഹജ്ജ് ചെയ്യാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ ഒരു മേഖലയുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അത് എവിടുന്നാ കിട്ടുക? സഹാബത്ത് എങ്ങനെ നിസ്കരിച്ചു, പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു, ഇതേ അളവുകോലുകൾ നമ്മൾ ഇതിലേക്ക് നോക്കുക. പ്രവാചകനെ സ്നേഹിക്കാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല എങ്കിൽ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അവിടെയും നമ്മൾ നോക്കുക പ്രവാചകന്റെ നിർദ്ദേശം എങ്ങനെയാണ്. പ്രവാചകൻ പറഞ്ഞു, എന്നെ നിങ്ങൾ പിൻപറ്റണം, എന്റെ മാതൃക അല്ലെ, എന്നെ മാതൃക നിങ്ങൾ പിൻപറ്റണം, എന്റെ സഹാബത്തിന്റെ മാതൃക നിങ്ങൾ പിൻപറ്റണം. നമുക്ക് നോക്കാം, നിസ്കാരത്തിൽ പ്രവാചകന്റെ സഹാബത്തിനെ പിൻപറ്റുന്നത് പോലെ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ സഹാബത്തിനെ പിൻപറ്റിയാൽ തർക്കങ്ങൾ തീർന്നു. അത് ആരും റെഡിയാക്കുന്നില്ല എന്നതാണ്. പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന സഹാബത്തിനെ മാത്രം നോക്കിയാൽ മതി. അവരെങ്ങനെ അവരായിരുന്നല്ലോ ഈ ഉമ്മത്തിൽ പ്രവാചകനോടൊപ്പം ചേർന്ന് നിന്നവരും ജീവൻ കൊടുത്തുകൊണ്ട് പോലും പ്രവാചകനെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആളുകൾ. അവർ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായും പ്രവാചകനോടൊപ്പം പരലോകത്ത് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അല്ലാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരൻ, അതുകൊണ്ട് പ്രവാചകനോടുള്ള ബാധ്യതകൾ തിരിച്ചറിയുക. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒന്ന്, പ്രവാചകനിൽ വിശ്വസിക്കുക, പരിപൂർണമായും വിശ്വാസം ഉറച്ചു പുലർത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ പരിപൂർണമായും അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ കൽപ്പനകളെ പരിപൂർണമായും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതോടൊപ്പം തന്നെ മറ്റു ചില മര്യാദകൾ കൂടെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക സ്വീകരിക്കുക എന്നുള്ളത്. എല്ലാ വിഷയത്തിലും പ്രവാചകന്റെ മാതൃക, പ്രവാചകന്റെ വേഷം, പ്രവാചകന്റെ ഭക്ഷണ രീതി, പ്രവാചകന്റെ ഉറക്കം, പ്രവാചകന്റെ നടത്തം, പ്രവാചകന്റെ സംസാരം തുടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യത്തിലും പ്രവാചകന്റെ മാതൃക സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രവാചകൻ അഥവാ വിശ്വാസികളോട് നേരിട്ട് ചോദിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വസീല ഫളീലക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴാണത്? ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, സ്വലാത്തുകൾ അധികരിക്കണം. ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവരാണ് എന്നാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഉദിച്ച് പറയുന്ന ദിവസങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദിവസം എന്ന് പറയുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. പ്രവാചകൻ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ശ്രേഷ്ഠമായ ദിവസമാണ്, അന്നേ ദിവസം എനിക്ക് വേണ്ടി നിങ്ങൾ ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രവാചകൻ ചോദിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ സ്വലാത്തെല്ലാം വേണ്ടി പറഞ്ഞിട്ട് റബീഉൽ അവ്വൽ മാസത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സ്വീകരിക്കണം. നമുക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കാം. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്ന സമയത്ത് പ്രവാചകൻ ചോദിക്കേണ്ട, എന്താ പ്രവാചകരെ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, അന്നാണ് ഞാൻ ജനിച്ചത്, തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ചയാണ് എന്ന വിഷയത്തിൽ പ്രവാചകനും സഹിയായിരിക്കുന്ന രൂപത്തിൽ തന്നെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസമാണെന്ന് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് അതിന് നന്ദി എന്നോണം ഞാൻ നോമ്പ് നോക്കുകയാണ്. വിശ്വാസികൾക്ക് പ്രവാചകന്റെ ജന്മത്തിൽ വല്ലതും നിർവഹിക്കണമെന്ന് താല്പര്യപ്പെടുന്നുവെങ്കിൽ വർഷത്തിൽ 50 ദിവസമെങ്കിലും പ്രവാചകന്റെ അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ എന്നുള്ളത് കൊണ്ട് ആ സന്തോഷത്തോടുകൂടെ അള്ളാഹ്ക്ക് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി നോറ്റോളൂ. നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോറ്റോളൂ. പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹിയായിരിക്കുന്ന ഹദീസിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം എന്നാണ് ഈ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് നോക്കാൻ വേണ്ടി പറയാം. ഈ രൂപത്തിലൊക്കെ നമ്മൾ ഇസ്ലാമിനെ അടുത്തറിയുക സഹോദരങ്ങൾ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പഠിച്ചു മനസ്സിലാക്കി. നമുക്കറിയാലോ, നമ്മളെ ഒരാളെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും നിസ്സാരമായി ഓരോ ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്നവരാ ആധുനിക കാലത്തെ ചെറുപ്പക്കാർ, യുവാക്കൾ എന്നല്ല വൃദ്ധരായിരിക്കുന്ന ആളുകൾ വരെ. അവിടെയാണ് വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ഏതൊരു വിഷയത്തിലും പിൻപറ്റാൻ പോകുന്ന, ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്ന മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.
ഏറ്റവും ഉത്തമമായിരിക്കുന്ന മാതൃക നമ്മുടെ പ്രവാചകനിലുണ്ട്. നമുക്ക് എല്ലാ വിഷയത്തിലും ആ വിഷയത്തിലൊന്നും പ്രവാചകൻ നമ്മൾ ഗണിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതെല്ലാം തന്നെ പ്രവാചകന്റെ കണിശമായ നിർദ്ദേശങ്ങൾ വരെ, അല്ലെ, കണിശമായ നിർദ്ദേശങ്ങൾ വരെ, മരണപ്പെടുന്ന സമയത്ത് പോലും പ്രവാചകൻ ഈ ഉമ്മത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രാർത്ഥന മനസ്സോടുകൂടെ അള്ളാഹുലേക്ക് പ്രാർത്ഥനയുമായി നടന്നുവെങ്കിൽ ആ ഉമ്മത്തിനോട് നൽകിയിരിക്കുന്ന ചില വസീയത്തുകളുണ്ട്, അല്ലെ, ഖബറുകൾ കെട്ടിപ്പൊക്കരുത്, ജൂതന്മാരെ പോലെ ആകരുത് എന്ന് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ആ നിർദ്ദേശം, അവസാനത്തെ വസീയത്തുകൾ പോലും പരിഗണിക്കാത്ത ആളുകളാണ് പ്രവാചകന്റെ മദ്ഹ് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത്. സഹോദരങ്ങൾ, ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പ്രവാചകന്റെ മദ്ഹ് പറയുന്നത് തെറ്റല്ല. പ്രവാചകന്റെ, അല്ലെ, മദീനയിലേക്ക് വന്ന സമയത്ത് ത്വലഅൽ ബദ്റു പാടിയവരാ സഹാബത്ത്. അവിടെ കുട്ടികളൊക്കെ പ്രവാചകൻ അത് അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് റബീഉൽ ആയിരുന്നില്ല. ഏതു സമയത്തും അനുവദിക്കപ്പെട്ടതുപോലെ നമുക്ക് പ്രവാചകനെ പുകഴ്ത്താം, പ്രവാചകന്റെ പേരിൽ നമുക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാം, ഒക്കെ ചെയ്യാം. പ്രത്യേകമായിരിക്കുന്ന കാലത്ത് സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വഹ്യ് മാത്രമേ നമുക്ക് അവലംബിക്കാൻ പറ്റുള്ളൂ. അത് പ്രവാചകന്റെ ഖൗലിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത്തരം തെളിവുകൾ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സിറാത്തൽ മുസ്തഖീമിലേക്ക്, ശരിയായിരിക്കുന്ന മാർഗത്തിലേക്ക് തിരിച്ചു വരിക. ഒരു കൂട്ടം ആളുകൾ, മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ചെയ്യുന്നു എന്നത് ഇസ്ലാമിൽ ഒന്നിനും ഒരു തെളിവല്ല, ഒന്നിനും ഒരു തെളിവല്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അവസാന കാലത്ത് യഥാർത്ഥ ദീനിനെ പിൻപറ്റുന്ന ആളുകൾ നന്നേ കുറവായിരിക്കുമെന്നാണ്. നന്നേ കുറവായിരിക്കും യഥാർത്ഥ ദീനിന്റെ ആളുകൾ. അപ്പം ന്യൂനപക്ഷത്തെ പിൻപറ്റണമെന്നാണോ? അങ്ങനെയല്ല. സത്യത്തിന് കൃത്യമായിരിക്കുന്ന, ഇസ്ലാമിന് കൃത്യമായിരിക്കുന്ന ഒരു അളവുകോലുകളുണ്ട്, പ്രമാണമുണ്ട്. അതിനെ പഠിക്കാനാണ്. അതോടൊപ്പം തന്നെ പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ പഠിക്കണം. ആരായിരുന്നു പ്രവാചകൻ? പ്രവാചകന്റെ ജനനം മുതൽ തുടങ്ങി മരണം വരെയുള്ള സമയത്തുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സത്യസന്ധമായിരിക്കുന്ന രൂപത്തിൽ എഴുതപ്പെട്ട ചരിത്രം, അതൊക്കെ നമ്മൾ പഠിക്കണം. അതിൽ നിന്ന് പ്രവാചകന്റെ മാതൃക ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. ഏതു കാലഘട്ടത്തിലും പ്രവാചകനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക്, ദുരാരോപണങ്ങൾക്ക് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും കൂലി കൊണ്ടും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് നമുക്ക്. പ്രവാചകന്റെ കാലത്ത് ആയുധങ്ങൾ കൊണ്ടായിരുന്നു സഹാബത്ത് പ്രവാചകനെ സംരക്ഷിച്ചതെങ്കിൽ ഇക്കാലത്ത് നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ എഴുത്തുകൾ കൊണ്ടൊക്കെ നമുക്കതിന് കഴിയണം. നമുക്കറിയാലോ, ഓരോ ദിവസവും ഷെയർ ചെയ്യുന്ന എത്രയെത്ര വാർത്തകൾ, അതിൽ തന്നെ എത്രയാണ് കള്ളവാർത്തകളായിട്ട് വരുന്നത്. പ്രവാചകന്റെ ഒരു ഖൗല്, അല്ലെ, ഏതെങ്കിലും ഒരു വാക്കുകള് നമുക്ക് ഇഷ്ടപ്പെട്ട സമൂഹത്തിന്റെ മുന്നിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നമുക്കതൊക്കെ വളരെ കുറച്ചിലാണ്. ഇസ്ലാമിന്റെ ഒരു കാര്യം നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട്, സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ചെയ്യണമെന്നാണോ? മറ്റുള്ള ചെയ്യുന്നതിനേക്കാളും എത്രയും ഉത്തമല്ലേ? അവിടെയൊക്കെയാണ് നമുക്ക് പ്രവാചകനെ സ്നേഹിക്കേണ്ടി വരുന്നത്. എന്റെ പ്രവാചകന്റെ ഖൗല് എക്കാലത്തും പ്രസക്തമാണ്, പ്രവാചകന്റെ ജീവിതം എക്കാലത്തും മാതൃകയാണ് എന്നൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട്, നിലപാടുകൾ കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയണം. അവിടെയാണ് പ്രവാചകനുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമായിരിക്കുന്ന രൂപത്തിൽ, ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുവാനും ആ പ്രവാചകന്റെ ഉത്തമമായിരിക്കുന്ന മാതൃക ജീവിതാന്ത്യം വരെ, മരണം വരെ പിൻപറ്റുവാനുമുള്ള ഈമാനികമായിരിക്കുന്ന കരുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ ജീവിതത്തിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, പലരും നമ്മളൊക്കെ അറിയുന്നവരാണ്, നമ്മുടെയൊക്കെ ചാരത്തുള്ളവരാണ്, പള്ളിയിൽ വരുന്നവരാണ്. മാരകമായിരിക്കുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് പിടിപെട്ട് വളരെ പ്രയാസത്തിലാണ്. ഇതൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരന്മാരാണ്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാം. ഉത്തരം കിട്ടാവുന്ന സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തി അത്തരം ആളുകളുടെ കഷ്ടതകൾ, നമുക്കറിയാലോ, രോഗം സ്വന്തത്തിന് വരുമ്പോഴാണ് അതിന്റെ വേദനയും ബേജാറൊക്കെ അറിയുന്നത്. ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ് രോഗം വരിക, കഷ്ടത ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും രോഗം ശിഫ നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. കുട്ടികളുടെ മംഗലങ്ങൾ, അതുപോലെ തന്നെ വീടാകുന്ന സ്വപ്നങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളവരാണ് നമുക്ക്. ശരിയായിരിക്കുന്ന, ഹലാലായിരിക്കുന്ന മാർഗത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള സന്ദർഭം നമുക്ക് വേണം. എല്ലാം നൽകാൻ കഴിവുള്ള, കരുത്തനായ, എല്ലാത്തിനും കഴിവുള്ളവനായ റബ്ബ്, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കുണ്ട് രക്ഷിതാവായി. ആ റബ്ബിനോട് ചോദിക്കുക. ഒറ്റയ്ക്കിരുന്നുകൊണ്ട് മറ്റുള്ളവരോട് പരിതാപങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരിയായി ആരും കേൾക്കാതെ റബ്ബിനോട് മാത്രം പറഞ്ഞു നോക്കും നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ആ റബ്ബ് പരിഗണിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു വരുമാറട്ടെ. ആഗ്രഹങ്ങൾ, സ്വാലിഹായിരിക്കുന്ന ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിച്ചു വരുമാറട്ടെ. നമ്മൾക്ക് നമ്മുടെ കൂട്ടത്തിലും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് മഅഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിൽ മുദ്രിബീൻ വൽഹംദു